നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. മോനെ പോലെ അച്ഛൻ മോനെ കാണാൻ വേണ്ടി കൊതിച്ചു വന്നതാ. അച്ഛനോ? നിങ്ങളാണോ അച്ഛൻ? നിങ്ങളെ ദൈവത്തെ പോലെ സ്നേഹിക്കുന്ന ഒരാളുണ്ട്, പൂജ. ആ മോളുടെ കണ്ണീരിന് ഒരു നുള്ളു പോലും വില കൊടുക്കാത്ത നിങ്ങൾ ഒരു അച്ഛനാണോ? അച്ഛനെന്ന് സ്വയം പറയാൻ പറ്റും, പക്ഷേ മക്കൾ അംഗീകരിക്കില്ല. നീ എന്തു പറഞ്ഞാലും ഞാൻ കേൾക്കും. വെറുതെ ആത്മാർത്ഥത ഇല്ലാത്ത വാക്കുകളൊന്നും പറയണ്ട. എന്തു പറഞ്ഞാലും കേൾക്കുമെന്ന്. പ്രിയെ സ്നേഹസ്ഥാനത്ത് നിന്ന് പുറത്താക്കണമെന്ന് കരഞ്ഞു പറഞ്ഞില്ലേ? കാല് പിടിച്ചില്ലേ? കേട്ടോ നിങ്ങള്? എന്നിട്ട് പറയുന്നു എന്ത് പറഞ്ഞാലും കേൾക്കുമെന്ന്. നിങ്ങളുമായിട്ട് എനിക്ക് ഇനി യാതൊരു ബന്ധവുമില്ല. നിങ്ങളാണ് വന്നതെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ വാർഡനോട് പറഞ്ഞേനെ തിരിച്ചുവിടാൻ. മോനെ ഞാൻ പറയട്ടെ. എനിക്കൊന്നും കേൾക്കണ്ട, എന്നോടൊന്നും പറയണ്ട. നിങ്ങൾക്ക് എങ്ങനെ മനസ്സ് വന്നു ആ പൂജയെ കരയിക്കാനായിട്ട്? എത്ര ജന്മം എടുത്താലും ആ പാപം വീട്ടിൽ തീർക്കാൻ പറ്റുമോ? വലിയ സത്യനാഥൻ. നടക്കുമ്പോ വഴിയിൽ ഉറുമ്പുകൾ ഉണ്ടോന്ന് നോക്കിയേ നടക്കും. പച്ചവെള്ളം ചവച്ചരച്ച് കുടിക്കുന്ന ഒരു മാന്യൻ. പക്ഷേ ഒരു ഭൂലോക ക്രിമിനലാണ് നിങ്ങൾ. സ്നേഹസ്ഥാനത്തിന്റെ പേര് തന്നെ മാറ്റണം. കപട സദനം എന്നാക്കണം. നിർത്ത്. അത് ശരി, ഉത്തരം മുട്ടിയപ്പോ ദേഷ്യം കാണിച്ച് രക്ഷപ്പെടാൻ നോക്കുന്നു. നിർത്താനാ പറഞ്ഞത്. നീ ഒരു വക്കീലല്ലേ? കോടതിയിൽ വക്കീൽ മാത്രമല്ലല്ലോ സംസാരിക്കുന്നത്. കൂട്ടിൽ നിൽക്കുന്ന ആൾക്കും പറയാനുണ്ടാവില്ലേ? അത് കേൾക്കണം, കേട്ടേ പറ്റൂ. ആ എന്നാ പറഞ്ഞോ, ഞാൻ കേൾക്കാം. നിങ്ങൾ എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ടല്ലോ, പ്രിയയെ ഞാൻ എന്തിനാ അവിടെ കയറ്റി താമസിപ്പിച്ചത് എന്ന്. അതിന്റെ കാരണം ഞാൻ പറയാം. എനിക്ക് പൂജയെ വേണമെന്നുള്ളത് കൊണ്ട്. കൊള്ളാം, അടിപൊളി ന്യായം. പൂജയെ വേണമെന്നുള്ളതുകൊണ്ട് പ്രിയയെ അവിടെ താമസിപ്പിച്ചു അല്ലേ? മാലാഖയെ വേണം, അതിനെ ചെകുത്താനെ കൂട്ടുപിടിച്ചു. അതെ, മാലാഖയെ വേണം. അതുകൊണ്ട് തന്നെ ചെകുത്താനെ എന്റെ കൺവെട്ടത്ത് നിർത്തണമായിരുന്നു. മാലാഖയെ ദ്രോഹിക്കാതെ നോക്കാൻ വേണ്ടി ചെകുത്താനെ എനിക്ക് എന്റെ അരികിൽ തന്നെ നിർത്തേണ്ടതുണ്ടായിരുന്നു. പ്രിയ എന്തും ചെയ്യാൻ മടിയില്ലാത്തവളാണെന്ന് മറ്റാരേക്കാളും അറിയാവുന്നത് എനിക്കാ. അവൾക്ക് എന്ത് ചെയ്യാനും മടിയില്ല, എന്ത് ചെയ്യാനും ഭയവുമില്ല. അവൾ ജയിലിൽ നിന്നിറങ്ങി സ്നേഹസദനത്തിൽ വന്നപ്പോ ഞാൻ ഞെട്ടിയത് എന്റെ പൂജയെ ഓർത്തിട്ടാ. പൂജയെ ഇല്ലാതാക്കുക എന്ന ഒറ്റ ലക്ഷ്യം മാത്രമേ ആ പ്രിയക്കുള്ളൂ. ജയിലിൽ നിന്നിറങ്ങിയ ആദ്യം ഓർക്കുക പൂജയെ കുറിച്ചായിരിക്കും. പൂജയെ ഒതുക്കാൻ എങ്ങനെ സാധിക്കും, അവളെ ഇല്ലാതാക്കാൻ എങ്ങനെ സാധിക്കും, അതായിരിക്കും അവളുടെ ചിന്ത. അതിന് അവൾ ശ്രമിക്കും എന്നത് എനിക്ക് ഉറപ്പായിരുന്നു. ഞാൻ അമ്പരന്ന് നിന്നപ്പോഴാ അവൾ ചോദിച്ചത് ഞാൻ സ്നേഹസദനത്തിൽ നിന്നോട്ടെ എന്ന്. ആദ്യം ഞാൻ എതിർത്തു. പെട്ടെന്നൊരു സാധ്യത തെളിഞ്ഞു വന്നു. പ്രിയയെ സ്നേഹസദനത്തിൽ നിർത്തിയാൽ ഒരു ഗുണമുണ്ട്. അവളുടെ ഓരോ ചലനവും എനിക്ക് ശ്രദ്ധിക്കാൻ പറ്റും. അവളെ എനിക്ക് നിയന്ത്രിക്കാൻ പറ്റും. അതായത് പ്രിയ എൻ്റെ അടുത്ത് നിൽക്കുമ്പോൾ പൂജ അങ്ങേയറ്റം സുരക്ഷിതയായിരിക്കും. അതുകൊണ്ട് തന്നെ പ്രിയയുടെ എല്ലാ ന്യായീകരണങ്ങളും ഞാൻ അംഗീകരിച്ചതുപോലെ തന്നെ നടിച്ചു. അങ്ങനെ പ്രിയ പൂജയ്ക്കൊരു ഭീഷണിയല്ലാതായി. ഇതേ എനിക്ക് പറയാനുള്ളൂ. മോനെ വിശ്വസിക്കാമെങ്കിൽ വിശ്വസിച്ചോളൂ. എന്റെ മാലാഖ മോളുടെ ദേഹത്ത് ഒരു തരി മണ്ണ് പോലും വീഴാൻ പാടില്ല എന്ന് എനിക്കുണ്ടായിരുന്നു. അതുകൊണ്ടാ ചെകുത്താനെ അവിടെ തന്നെ നിർത്തിയത്. എന്തെങ്കിലും സംഭവിക്കുന്നെങ്കിൽ എനിക്ക് സംഭവിച്ചോട്ടെ. ശരി മോനെ, ഇനി ഞാൻ പോവാ.
അച്ഛാ, അച്ഛൻ എന്താ ഇത് നേരത്തെ പറയാതിരുന്നത്? ആരിലൂടെയും ഒരു സാഹചര്യത്തിലൂടെയും പ്രിയ എന്റെ ഈ ലക്ഷ്യം അറിയാൻ പാടില്ലായിരുന്നു. ഞാൻ എന്ത് അപവാദവും ശകാരവും കേട്ടാലും സാരമില്ല, എന്റെ പൂജ പോൽ സുരക്ഷിതയായിരിക്കണം. അതുകൊണ്ടാ ഈ രഹസ്യം എന്റെ മനസ്സിൽ തന്നെ സൂക്ഷിച്ചത്. അച്ഛാ, മാപ്പ് മാപ്പ്. എന്നോട് ക്ഷമിക്കണം.